പ്രിയരെ, ഇന്ന് കൈത്താക്കാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ്. കൈത്ത എന്ന വാക്കിൻ്റെ അർത്ഥം വേനൽക്കാലത്താണല്ലോ ഫലമുണ്ടാകുന്നത്. ശിഷ്യന്മാർ നട്ടു വളർത്തിയ സുവിശേഷ പ്രഘോഷകൾ വളർത്തിയെടുത്ത സഭാതരു വളർന്ന് പന്തലിച്ച് ഫലം ചൂടുന്ന കാലമാണ് ഈ കൈത്താക്കാലം. കൈത്താക്കാലത്തിൽ രണ്ടാമത്തെ ഞായറാഴ്ച തിരുസഭ മാതാവ് നമ്മൾ ചിന്തിക്കാൻ നൽകുന്ന തിരുവചന ഭാഗം യോഹന്നാന്റെ സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിലെ 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളാണ്. മുന്തിരിച്ചെടിയും ശാഖകളും. പിതാവായ ദൈവം എന്ന കർഷകൻ യേശുവാകുന്ന തായ്തടിയാകുന്ന മുന്തിരിച്ചെടിയിൽ ശാഖകളാകുന്ന നമ്മളെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. വചനമാകുന്ന വളവും ജലവും സ്വീകരിച്ചുകൊണ്ട് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് തിരുസഭ മാതാവ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ഈ കൈത്താക്കാലം രണ്ടാമത്തെ ഞായറാഴ്ച യേശുവാകുന്ന തായ്തടിയോട് ചേർന്ന് നിൽക്കുവാനും നല്ല ഫലങ്ങൾ പ്രകടിപ്പിക്കുവാനും ഈ അവസരം നമുക്ക് സാധിക്കുമാറാകട്ടെ. ഇന്ന് നാം 2026 ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ലോകം 823 കോടി ജനം മുഴുവനും ഈ ഒറ്റ കാൽപന്തിലേക്ക്, ഗോളിലേക്ക് ആര് ഗോളടിക്കും എന്നുള്ള ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. ഫൈനലിൽ സ്പെയിനാണോ അർജന്റീനയാണോ കപ്പടിച്ചെടുക്കുക എന്നുള്ള ആകാംക്ഷയിലാണ്. വിജയം രണ്ടുപേർക്കും നമുക്ക് ആശംസിക്കാം. ഫിഫ വേൾഡ് കപ്പ് അവർക്ക് സമ്മാനത്തുകയായിട്ട് വച്ചിരിക്കുന്നത് 636 കോടി രൂപയാണ് സമ്മാനത്തുകയായിട്ട് വച്ചിരിക്കുന്നത്. അതിൽ ഒന്നാം സമ്മാനം വിജയിയാവുന്നവർക്ക് 481 കോടി രൂപ. അത് അർജന്റീന അടിച്ചെടുക്കോ അത് സ്പെയിൻ നേടിയെടുക്കോ തിങ്കളാഴ്ച നടക്കുന്ന ഈ ഫൈനൽ മത്സരത്തിൽ നമുക്ക് അത് മനസ്സിലാക്കാനും അത് നേടിയെടുക്കുന്ന ടീമിന് എല്ലാവിധ ആശംസകൾ നേരാം. രണ്ടാം സമ്മാനം 317 കോടി രൂപയാണ്. എല്ലാവിധ വിജയാശംസകളും നമുക്ക് ഈ വിജയികൾക്ക് ആശംസിക്കാം. മൂന്നാം സമ്മാനം തുകയായ 279 കോടി അത് ഫ്രാൻസ് നേടുമോ അതോ ഇംഗ്ലണ്ട് നേടുമോ? നാലാം സമ്മാനം ലഭിക്കുക 259 കോടിയാണ്. വിജയികൾക്ക് എല്ലാവിധ ആശംസ നമുക്ക് നേരാം. ബാക്കിയുള്ള സമ്മാനത്തുക ക്വാർട്ടർ ഫൈനലിലും പ്രീ ക്വാർട്ടർ ഫൈനലിലും റൗണ്ട് 32-ലും ഗ്രൂപ്പ് ഘട്ടങ്ങളിലും പുറത്തായ ടീമുകൾക്ക് ഉള്ളതാണ്. എന്തായാലും ലോകം മുഴുവനും ആകാംക്ഷയോടെ ഈ കാൽപന്ത് മത്സരത്തിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കുവാനായി കാത്തിരിക്കുമ്പോൾ നമുക്ക് എല്ലാവിധ വിജയാശംസകളും നമുക്ക് പ്രത്യേകം നേടാം. അത് മെസ്സിയുടെ അർജന്റീനയാണോ അല്ലെങ്കിൽ യമാൽ നയിക്കുന്ന ടീമിനാണോ നമുക്ക് നോക്കിക്കാണാം. എല്ലാവിധ ദൈവാനുഗ്രഹം നമുക്ക് ജയിക്കുന്ന ടീമിന് നേരുകയും ചെയ്യാം. പ്രിയമുള്ളവരെ, ഇന്ന് തായ്തടിയോട് ചേർന്ന് നിൽക്കണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ വേൾഡ് കപ്പിൽ കളിക്കുന്ന ടീമുകൾ കോച്ചിൻ്റെയും അതോടൊപ്പം ടീം ക്യാപ്റ്റൻ്റെയും എല്ലാം നിർദ്ദേശങ്ങൾക്കും ഉപദേശങ്ങൾക്കും വഴങ്ങി അനുസരണത്തിൻ്റെ ബഹുമാനത്തിൻ്റെ ഒരു ജീവിതം ഉൾക്കൊണ്ടുകൊണ്ട് ടീം സ്പിരിറ്റോടുകൂടി ഒരുമയോടുകൂടി ചേർന്ന് നിന്നപ്പോൾ, ശാഖകളെ പോലെ ചേർന്ന് നിന്നപ്പോഴാണ് അവർക്ക് ഇപ്രകാരമുള്ള ഈ ഫൈനലിലേക്കോ സെമി ഫൈനലിലേക്കോ എത്തിച്ചേരുവാനായിട്ട് സാധിച്ചത്. അതുകൊണ്ടാണ് അവർക്ക് ഇപ്രകാരമുള്ള ഒരു വലിയ അംഗീകാരം നേടിയെടുക്കാൻ സാധിച്ചത്. ഇതുപോലെ നാം ഓരോരുത്തരും യേശുവാകുന്ന തായ്തടിയോട് ചേർന്നാൽ മാത്രമേ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ നമ്മളെയൊക്കെ അവിടുന്ന് ശാഖകളെയൊക്കെ അവിടുന്ന് വെട്ടിയൊരുക്കുന്ന കൂടുതൽ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ്. അത് വേദനയുള്ളൊരവസ്ഥയാണ് വെട്ടിയൊരുക്കൽ. എങ്കിലും ആ വേദനകളെല്ലാം സ്വീകരിക്കുമ്പോഴാണ് നല്ല ഫലങ്ങൾ ശാഖകൾക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കുക. ചേർന്ന് നിൽക്കണം തായ്തടിയാകുന്ന യേശുവിനോട്. ഫലം നൽകിയില്ല എങ്കിൽ വെട്ടി കളയും. ആ വെട്ടപ്പെട്ട ശാഖകൾ കരിഞ്ഞു പോകും. അപ്രകാരം വെട്ടപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും അതോടൊപ്പം തന്നെ യേശുവിൻ്റെ കൃപയിൽ നിന്നും സ്വീകരിക്കാതെ സ്വന്തം ആഗ്രഹമനുസരിച്ച് ജീവിച്ചു പോയവരൊക്കെ മുറിക്കപ്പെടുമ്പോൾ, അത് വെട്ടപ്പെടുമ്പോൾ അതൊന്നും സാധ്യമല്ല, അതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധത്തിൽ ജീവിക്കുമ്പോൾ അവരൊക്കെ അകറ്റപ്പെടും.
ഈ മുറിക്കപ്പെട്ടപ്പോഴൊക്കെ അല്ലെങ്കിൽ വെട്ടിയൊരുക്കപ്പോഴൊക്കെ അതെല്ലാം ശാഖകളോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ഫലം പുറപ്പെടുവിക്കാനായിട്ട് ശാഖകൾക്ക് നൽകുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ സമയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വീകരിച്ചവരാണ് വിശുദ്ധന്മാരും രക്തസാക്ഷികളും. അവർ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ, മറിയം ത്രേസ്യ, മദർ തെരേസ, കൽക്കത്തയിലെ മദർ തെരേസ, ഷാവറയച്ചൻ, എബ്രാസ്യാമ, അവരെയൊക്കെ അവരുടെ ജീവിതത്തിലാണ് മുറിവുകളെ, വേദനകളെല്ലാം ദൈവങ്ങളിൽ സ്വീകരിച്ചുകൊണ്ട് അത് വെട്ടിയൊരുക്കലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വീകരിച്ചപ്പോഴാണ് അവർക്ക് നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് വലിയ വലിയ വിശുദ്ധരുടെ പദവിയിലേക്ക് നടന്നെടുക്കുവാൻ സാധിച്ചത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വേദനകൾ, കുരിശുകൾ, സഹനങ്ങളെല്ലാം സ്വീകരിക്കുവാനും തായ്തടിയോട് ചേർന്നതുകൊണ്ട് വചനമാകുന്ന വളവും ബലവും ജലവും സ്വീകരിച്ചുകൊണ്ട് വളരുവാൻ നമുക്ക് ശ്രമിക്കാം. സഭയോട് ചേർന്ന് നിൽക്കണം, മാർപ്പാപ്പയോട് ചേർന്ന് നിൽക്കണം, മെത്രാന്മാരെ അനുസരിക്കണം, വൈദികരെ അനുസരിക്കണം. അങ്ങനെ സഭയെ കുറ്റം പറയാതെ സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ നല്ല സഭാ തനയരായി നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കുടുംബങ്ങളിലും മാതാപിതാക്കന്മാരോട് ചേർന്നതുകൊണ്ട്, അല്ലെങ്കിൽ തൊഴിൽ മേഖലയായാലും മുതലാളിമാരോട് ചേർന്നുകൊണ്ട് അനുസരണത്തിൻ്റെ, ബഹുമാനത്തിൻ്റെ, ആദരവിൻ്റെയൊക്കെ ജീവിതം നയിക്കുമ്പോഴാണ് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുക. ഓരോ താക്കീതുകളും ഓരോ കുറ്റപ്പെടുത്തലുകളും ഓരോ പോരായ്മകളുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെല്ലാം വിമർശിക്കുകയും തരം താഴ്ത്തി സംസാരിക്കുകയും ചെയ്യുമ്പോൾ നാം വെട്ടപ്പെട്ട് ഉണങ്ങിപ്പോകുന്ന അവസ്ഥ വരും. അപ്രകാരം വരാതെ കൂദാശകൾ സ്വീകരിച്ചുകൊണ്ട്, വിശുദ്ധ ബലിയിൽ പങ്കെടുത്തുകൊണ്ട്, വരദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വളരുവാനായിട്ട് പ്രാർത്ഥിക്കാം. ശിഷ്യന്മാർ നമുക്ക് പകർന്നു തന്ന നല്ല മാതൃക നമുക്ക് ഉൾക്കൊള്ളാം. യേശുവിനെ അനുകരിച്ച് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവർ ജീവിച്ച വിശുദ്ധരെ പോലെ നമുക്കും യേശുവാകുന്ന തായ്തടിയോട് ചേർന്നതുകൊണ്ട് വചനമാകുന്ന വളവും ജലവും സ്വീകരിച്ച് കൂടുതൽ കൂടുതൽ കർമ്മോന്മുഖരായി സഭയ്ക്ക് വേണ്ടി സേവനം ചെയ്യുന്ന, യേശുവിനെ പ്രഘോഷിക്കുന്ന സഭാതനയരായി നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഈ കൈത്താക്കാലത്തിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. യേശു തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.